ഒരു പ്രവാസിയുടെ റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ താഴെ ഒരു വലിയൊരു പേപ്പറിൽ അളിയൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അളിയൻ നാസറിൻ്റെ നമ്പർ എന്ന് എഴുതിയിട്ട് ഒരു മാർക്കർ കൊണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച്, പടച്ചോനെ, ഈ കാലത്ത് എന്തിനാണ് ഇത്ര വലിപ്പത്തിൽ ഇദ്ദേഹം നമ്പർ എഴുതി വെച്ചിട്ടുള്ളത്? മൊബൈലിൽ സേവ് ചെയ്താൽ പോരെ? അപ്പം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം 14 മയ്യത്തുകൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ കൂട്ടത്തിൽ നിന്ന് 14 പേര് മയ്യത്തായിട്ടാണ് നാട്ടിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ മാസം പെട്ടി കെട്ടി ഒക്കെ റെഡിയാക്കി പാസ്പോർട്ട് ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഞാനൊന്ന് വുളു ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയതാണ്. പിന്നെ ആ റൂമിൽ വീഴുന്ന ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. ഒരു മാസം മുമ്പ് നടന്ന കാര്യമാണ്. ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലൊക്കെ വീണാൽ ഗഫൂർ ഇതാ മരണപ്പെട്ട് വീണിട്ടുണ്ട് എന്ന് എൻ്റെ റൂമിലുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെയുള്ളതൊരു അളിയനാണ്. അളിയനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കെന്തിനാണ് മറ്റൊരു ഉപദേശം? എത്ര പേരുടെ മരണവാർത്ത നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ എത്ര ആളുകൾ മരണപ്പെട്ടു. നമ്മുടെ സമപ്രായക്കാർ പള്ളിക്കാട്ടിൽ മീസാൻ കല്ലുകൾ തൊട്ടുരുമ്മി നിൽക്കുന്ന കൊച്ചു കുട്ടികളുടെ ഖബറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുടെ. പ്രിയമുള്ളവരെ, അത് നമ്മളോട് പറയുന്നത് ഒരുങ്ങാനാണ്. ഉമർ റളിയല്ലാഹു തആല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളോട് ചോദിക്കും, അത് ആരുടേതാണെന്ന് അറിയുമോ? അത് നിന്റെ മയ്യത്താണ്. അവരൊക്കെ മരിച്ചല്ലോ, ഇന്ന ആളുകളൊക്കെ മരിച്ചല്ലോ. അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു യോഗ്യതകൾ നമുക്കുണ്ടോ ഇവിടെ കാലാകാലം ജീവിക്കാൻ? നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേകമായ മഹത്വമുണ്ടോ ഇവിടെ ഒരുപാട് കാലം മരണമില്ലാതെ ജീവിക്കാൻ? ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ആ മരണമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്.